അല്ല, ഈ നാട്ടിലെ പിന്നെ BJP കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് BJP എതിർക്കുന്നതുകൊണ്ടാണല്ലോ സമരം നടത്തുന്നത്. അതിനകത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ കാല് കുത്തി കിടക്കുന്നത്. ഇപ്പൊ തലയാ പറയുന്നതെങ്കിൽ തലയങ്ങോട്ട് നീട്ടി വെച്ചു കൊടുക്കും. എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല. ആ പദ്ധതിക്കെതിരായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളോട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. ആ പദ്ധതിക്കെതിരായിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി ആ പദ്ധതി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ ഒരു നിയമ തടസ്സം ഉന്നയിക്കാമായിരുന്നു. പക്ഷെ ആ നിയമ തടസ്സം ഉന്നയിക്കാത്ത എന്തുകൊണ്ടാണ്? ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമ തടസ്സം ഉന്നയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പറയും. പക്ഷെ അത് ഉന്നയിക്കത്തില്ല. കോൺഗ്രസോ UDF ആ വിഷയം ഉന്നയിക്കത്തില്ല. കാരണം ആ പദ്ധതി അവിടെ വരട്ടെ. ആ പദ്ധതിക്കകത്ത് ആർക്കാ വിയോജിപ്പുള്ളത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും അതിനകത്തൊരു നിയമപ്രശ്നമുണ്ട്. അത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ വിഷയമല്ല. അത് വിഷയമല്ലെന്ന് മാത്രമല്ല, ആ നിയമപ്രശ്നത്തിന്റെ പേരിൽ അത് മുടങ്ങി പോകാനും പാടില്ല. അങ്ങനെ അത് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്കൊപ്പം ആ പദ്ധതിക്ക് വേണ്ടി, പേരിനല്ല, ആ പദ്ധതി പേര് മാറ്റി കഴിഞ്ഞാൽ ആ നിയമപ്രശ്നം വന്നാൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കും. പറയട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോ ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് നമുക്ക്. ഇതിനകത്ത് നമ്മുടെ പ്രശ്നം എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, ഈ നാട്, ഇവരെ അപമാനിക്കാണ് ഒരു കോൺട്രവേഴ്സിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരെ പ്രയാസപ്പെടുത്തുകയാണ്. അല്ല, ആ അപമാനിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ അങ്ങ് എന്നെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തകനല്ലല്ലോ, അങ്ങ് എന്നെ അനുകൂലിക്കുന്ന രാഷ്ട്രീയത്തിന്റെ, ഞാൻ വ്യക്തിപരമല്ല പറയുന്നത്, അങ്ങ് എന്നെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ മാധ്യമപ്രവർത്തകനല്ല. അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോടാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഞാൻ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ ആക്ഷേപിച്ച് ഒരു വാചകം എന്ന് പറഞ്ഞാൽ ഉണ്ടോ? ഒരു വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ സമരം ചെയ്ത CPMകാർ ഒരു വാചകം ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നമുക്കിതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മയില്ല. ഇവരാണ് പോസ്റ്റ് മാറ്റിട്ട് ഇവരെന്താ വിചാരിക്കുന്നത്? എന്തിനാ ഈ ഷോ ഇറക്കുന്നത്? പൊളിറ്റിക്സ് പറഞ്ഞൂടെ? എന്തിനാ ഈ അതിവൈകാരികത കുത്തികളക്കാൻ നോക്കുന്നത്? ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയം ഇല്ലേ? അതിവൈകാരികത കുത്തികളെ കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മടയന്മാരാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല പ്രബുദ്ധതയുള്ളത് കൊണ്ടാണ് അവർ നിരന്തരമായി വർഗീയത ഇളക്കി വിട്ടിട്ടും പാലക്കാട് പിടിക്കുമെന്ന് പറഞ്ഞിട്ടും പിടിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. ഈ നാട്ടിലെ ജനങ്ങൾ നല്ല പ്രബുദ്ധരാണ്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് അത് വേണ്ട. പറഞ്ഞല്ലോ, ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കുന്ന ആ സ്ഥാപനത്തിനകത്ത് അവിടെ ഒരു നിയമപ്രശ്നം വേണമെങ്കിൽ റേസ് ചെയ്യാം. ആ നിയമപ്രശ്നം ആരെങ്കിലും റേസ് ചെയ്താൽ പോലും അത് നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റിക്കൊപ്പം നിൽക്കും. പേര് മാറ്റണം. അത്രേ ഉള്ളൂ. ഉറച്ചു നിൽക്കല്ലേ? തീർച്ചയായിട്ടും BJP ആണ് അപമാനിക്കുന്നത്. ഇത്തരം ഒരു പദ്ധതിയെ കോൺട്രവേഴ്ഷ്യൽ ആക്കേണ്ട കാര്യമുണ്ടോ? ഇത്തരം ഒരു പദ്ധതി, ഇങ്ങനൊരു പദ്ധതിക്ക് ഈ പേര് കൊടുക്കാൻ ഹൂ ഈസ് ഹി? അല്ലേ? ഹൂ ഈസ് ഹി? അവിടെ ആ സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടുന്ന ഏതെങ്കിലും കുട്ടികൾക്കോ അവരുടെ രക്ഷകർത്താക്കളെ കൊണ്ടോ ഈ പേരൊന്ന് പറയിക്കാമോ? അറിയാമോ ഇതാരാണ്? ഇവരിപ്പോ പറയുകയാണ് വലിയ ആളാണ്. വലിയ ആൾ, ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയും, മറ്റേ ഈ പ്രമുഖനായ എല്ലാവരാലും അറിയപ്പെടുകയാണെങ്കിൽ നമ്മൾ പേര് പറയേണ്ട, ചുമ്മാ പേര് പറഞ്ഞാൽ പോരെ അല്ലേ? ഇപ്പം മഹാത്മാഗാന്ധിയെ പറ്റി പറയണമെങ്കിൽ പോർബന്തറിൽ ജനിച്ച് ഒക്ടോബർ 2 ജനിച്ച് അന്ന് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം പറയണം. മഹാത്മാഗാന്ധി എന്ന് വെറുതെ പറഞ്ഞാൽ തന്നെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇതിങ്ങനെ ബിൽഡപ്പും ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അറിയില്ല ആർക്ക് ഈ ചങ്ങാതിനെ. ഇപ്പൊ കാണിക്കുന്ന ആവേശം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ പ്രയാസം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, RSS നടത്തിയ ഒരു 10 സ്വാതന്ത്ര്യ സമര പോരാട്ടം പറയാൻ, ക്വിറ്റ് ഇന്ത്യ സമരം പോലെ, നിയമലംഘന പ്രസ്ഥാനം പോലെ, നിസ്സഹകരണ പ്രസ്ഥാനം പോലെ പറയാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അന്ന് ഇവരുടെ പണി വേറെ ആയിരുന്നു. അന്ന് ഇവരുടെ പണി രാജ്യത്തെ ഒറ്റുകൊടുക്കലായിരുന്നു. ബ്രിട്ടീഷുകാർക്കൊപ്പം ഇവർ ചേർന്നിട്ടില്ലേ? ഇല്ലേ? ഇവർക്ക് ബ്രിട്ടീഷുകാർക്കൊപ്പം ആയിരുന്നില്ലേ? അപ്പൊ ഇപ്പൊ കുറ്റബോധങ്ങളുള്ളതല്ല, നല്ല സൂചനയാണ്. ഞങ്ങൾ അന്ന് അതിലൊക്കെ പങ്കാളികളായിരുന്നു എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ, ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അന്ന് ചെയ്യണമായിരുന്നു. ആ ലെഗസിന്റെ പ്രശ്നമാണ്. ഞാനതാ പറഞ്ഞത്, കാല് വെട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി ഞാൻ അതേ കാലത്ത് തന്നെ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇനിയും പിന്നെ കാലില്ലാതൊക്കെ ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ആലോചിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനൊന്നുള്ള പാങ്ങ് ഇവർക്കില്ലാന്നാണ് തോന്നുന്നത്. അപ്പോൾ തല വെട്ടണമെങ്കിൽ തല ഇങ്ങനെ നീട്ടി വെച്ചു കൊടുക്കും.
ഒരു ഒത്താശ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ 2025 തൃശ്ശൂർ പൂരത്തിനടക്കം സാർവത്രികത ഇത് RSS പ്രദർശിപ്പിച്ചു. ഞാൻ പറയുന്നത് ക്ഷേത്രങ്ങളിലേക്ക് എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്? ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണ്, ഞാൻ പള്ളികളിൽ പോകുന്ന ആളാണ്, ഞാൻ പെരുന്നാളിന് പോകാറുണ്ട്, പള്ളി നേർച്ചയ്ക്ക് പോകാറുണ്ട്, ഉത്സവത്തിന് പോകാറുണ്ട്. അതൊരു സെക്കുലർ ഫാബ്രിക്കിന് പറഞ്ഞല്ല, നിങ്ങൾ കാണാറുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ എനിക്ക് ഇത്തരം ആഘോഷങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ അതിൽ ഏതെങ്കിലും ഒരു വേദിയിൽ പോയിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയം കാണിക്കാറുണ്ടോ? ഇല്ല, ഒരു രാഷ്ട്രീയം കാണിക്കാറില്ല. പള്ളിയും അമ്പലങ്ങളും നമ്മുടെ രാഷ്ട്രീയം കാണിക്കാനുള്ള ഇടങ്ങളല്ല, അത് വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് അല്ലേ? നമ്മൾ സാധാരണഗതി പറയുമല്ലോ, രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് പിന്നെ മത നേതാക്കന്മാർ ഇടപെടാൻ പാടില്ല നമ്മൾ പറയാറുണ്ടല്ലോ. തിരിച്ച് മതത്തിന്റെ വിഷയത്തിൽ എന്തിനാണ് രാഷ്ട്രീയക്കാർ പോയി ഇടപെടുന്നത്? എന്ത് കാര്യത്തിനാ? അത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കും. അതാണ് നമ്മുടെ പോയിന്റ്. പരാതി നൽകിയല്ലോ. ഇപ്പൊ കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഞങ്ങളുടേതല്ലേ. പിന്നെ മഞ്ഞപ്പുഴ ക്ഷേത്രത്തിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട പരാതി ഞങ്ങളുടേതല്ലേ. ആ രണ്ട് പരാതിയിന്മേലും ആക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അതിനകത്ത് CPM-നെതിരെന്നോ BJP-ക്കെതിരെന്നോ മാത്രമല്ല, അവിടെ രാഷ്ട്രീയം പാടില്ല. ഞങ്ങൾ പറയാറില്ല, അത് പറയാൻ പാടില്ല, അത് പറയേണ്ട വേദിയല്ല.